അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തകർക്കാനുള്ള പദ്ധതി തയ്യാറാക്കി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക വിദ്യാ സ്ഥാപനത്തിന്റെ സ്പേസ് എക്സിനാണ് ബഹിരാകാശ നിലയം തകർക്കുന്നതിനുള്ള കരാർ നൽകിയിരിക്കുന്നത്. ബഹിരാകാശ നിലയം ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറക്കുന്നതിനുള്ള പദ്ധതി രൂപരേഖ സ്പേസ് എക്സും നാസയും തയ്യാറാക്കി കഴിഞ്ഞു. 2031 പദ്ധതി നടപ്പിലാക്കുക. ബഹിരാകാശ നിലയം അന്തരീക്ഷത്തിൽ തകർക്കാനും അവശിഷ്ടങ്ങൾ പസഫിക് സമുദ്രത്തിൽ വീഴ്ത്താനുമാണ് പദ്ധതി. ഭൂമിയിലേക്ക് നിലയത്തെ തിരികെ എത്തിക്കാൻ അധികൃതർക്ക് താൽപ്പര്യമില്ല. $84.3 കോടി, അതായത് 7035 കോടി രൂപയുടെ കരാറാണ് സ്പേസ് എക്സിന് ഇതിനായി നൽകിയിരിക്കുന്നത്. ബഹിരാകാശ നിലയത്തെ ഭ്രമണപഥത്തിൽ നിന്ന് തള്ളി നീക്കുന്നതിനും ഭൗമാന്തരീക്ഷത്തിൽ ഇടിച്ചിറക്കുന്നതിനും വേണ്ടിയുള്ള ബഹിരാകാശ പേടകം വികസിപ്പിക്കുകയാണ് സ്പേസ് എക്സിന്റെ ചുമതല. സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന പേടകത്തിന്റെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും നാസയ്ക്കായിരിക്കും. ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് അടുപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂൾ തന്നെ ഇതിനായി ഉപയോഗിക്കാനാണ് സ്പേസ് എക്സിന്റെ പദ്ധതി. 46 എഞ്ചിനുകളും 16,000 കിലോഗ്രാമിലേറെ ഭാരമുള്ള ഇന്ധനവും അടങ്ങുന്ന ശക്തിയേറിയ പേടകമായിരിക്കും ഇത്. കാരണം ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പവും 4,30,000 കിലോഗ്രാം ഭാരവുമുള്ള നിലയത്തെ തള്ളി നീക്കാനുള്ള ശക്തി പേടകത്തിന് ഉണ്ടായിരിക്കണം. ഈ പേടകത്തെ ബഹിരാകാശത്തിന് എത്തിക്കുന്നതിന് ശക്തമായ ഒരു റോക്കറ്റ് തന്നെ വേണ്ടിവരും. ബഹിരാകാശ നിലയത്തെ തള്ളി നീക്കുന്ന ജോലി ആരംഭിക്കുന്നതിനും 1.5 വർഷങ്ങൾക്ക് മുമ്പ് പേടകം വിക്ഷേപിക്കേണ്ടി വരും. നിലയം തകർക്കുന്നതിന് 6 മാസം മുമ്പ് വരെ ബഹിരാകാശ സഞ്ചാരികൾ നിലയത്തിലുണ്ടാവും. അതിനിടെ ബഹിരാകാശ നിലയത്തിലെ എഞ്ചിനുകൾ ഉപയോഗിച്ച് നിലയത്തെ 220 കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കും. ഇതിനുശേഷമാണ് സ്പേസ് എക്സ് പേടകം ജോലി ആരംഭിക്കുക. പസഫിക് സമുദ്രത്തിൽ പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിലയത്തിന്റെ അവശിഷ്ടങ്ങൾ വീഴ്ത്താനാണ് നാസ പദ്ധതിയിടുന്നത്. എന്നാൽ ഇവ ചിലപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും വീണേക്കാം. 1979 നാസയുടെ ആദ്യ ബഹിരാകാശ നിലയമായ സ്കൈലാബ് തകർത്തത് ഭൂമിയിൽ ഇടിച്ചിറക്കിയാണ്. ഇതിന്റെ അവശിഷ്ടങ്ങൾ പസഫിക് സമുദ്രത്തിലും ഓസ്ട്രേലിയയിലുമാണ് വീണത്. സ്കൈലാബിനെ തകർക്കാൻ പ്രത്യേകം റോക്കറ്റ് തയ്യാറാക്കി സ്കൈലാബിന് പുറത്ത് ഘടിപ്പിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ആ റോക്കറ്റ് കൊണ്ടുപോകുന്നതിനുള്ള സ്പേസ് ഷട്ടിൽ അന്ന് തയ്യാറായില്ല. പിന്നീട് ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് സ്കൈലാബിനെ നിയന്ത്രിച്ച് ഭൂമിയോട് അടുപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ സമുദ്രമാണ് ലക്ഷ്യമിട്ടത് എങ്കിലും പശ്ചിമ ഓസ്ട്രേലിയയിലും അവശിഷ്ടങ്ങൾ വീണു. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ ഭൂരിഭാഗവും കത്തിത്തീരുമെങ്കിലും കാഠിന്യമേറിയ ഭാഗങ്ങൾ ഭൂമിയിൽ വീഴുമെന്ന് നാസ കണക്കാക്കുന്നുണ്ട്. അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ചരിത്ര പ്രാധാന്യമുള്ളതിനാൽ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ നാസയ്ക്ക് ആഗ്രഹമുണ്ട്. നിലയത്തിന്റെ അവസാന വർഷങ്ങളിൽ സ്പേസ് എക്സ് പേടകങ്ങൾ തന്നെ ഇതിനായി ഉപയോഗിച്ചേക്കാം.